തൃശൂർ കൊടുങ്ങല്ലൂരിൽ നഗരസഭ നിർമ്മിക്കാനൊരുങ്ങുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തം. നഗരസഭയ്ക്ക് കീഴിൽ TKS പുരത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ഇൻസിനറേറ്ററിനെ ചൊല്ലിയാണ് തർക്കം. പദ്ധതിക്കെതിരെ സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെയുള്ള പ്രാദേശിക നേതാക്കളും പ്രതിഷേധവുമായി എത്തിയത് വിഷയത്തിൽ LDF ഭരണസമിതിക്ക് തിരിച്ചടിയായി. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ മാലിന്യ പ്രശ്നം രൂക്ഷമായതോടെയാണ് നഗരസഭ പുതിയ പദ്ധതിക്കായി തയ്യാറെടുത്തത്. ഇതിന്റെ ഭാഗമായി സാനിറ്ററി നാപ്കിനുകളും പാമ്പറുകളും അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നതിനായി ഇൻസിനറേറ്റർ സ്ഥാപിക്കാനായിരുന്നു നീക്കം. എന്നാൽ TKS പുരത്തെ നിലവിലെ മാലിന്യ പ്ലാന്റിനോട് ചേർന്ന് ഇത് നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ മുന്നോട്ട് വരികയായിരുന്നു. ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ഈ ഇൻസിനേറ്റർ പാഡ് കത്തികൾ ഇൻസിനേറ്റർ ഇവിടെ ഈ ജനനിബിഡമായ ജനസാന്ദ്രതയുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ നഗരസഭയുടെ ഈ പ്ലാന്റിൽ നിന്നും ഈ ഇൻസിനേറ്റർ മാറ്റിയില്ല എങ്കിൽ, മാറ്റുവാൻ തീരുമാനം പറഞ്ഞില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ തീരുമാനിച്ചോ ഈ നഗരസഭയുടെ പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുവാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. നിലവിൽ TKS പുരത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ മാലിന്യങ്ങൾ തരംതിരിച്ച് സ്ഥലങ്ങളിലേക്ക് സംസ്കരണത്തിനായി കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതേ സ്ഥലത്ത് ഇൻസിനറേറ്റർ നിർമ്മിക്കുന്നത് രൂക്ഷമായ പരിസര മലിനീകരണം ഉണ്ടാക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. വിഷയത്തിൽ ഭരണസമിതിക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ CPI മണ്ഡലം കമ്മിറ്റി അംഗമായ OC ജോസഫും പിന്തുണയുമായി എത്തി. ജോസഫിന്റെ നടപടി LDF ഭരണസമിതിക്കും തിരിച്ചടിയായി മാറി. പാഴ്വസ്തുക്കൾ, പാഡുകൾ, നാപ്കിനുകൾ, ബെഡുകൾ എന്നിവ കത്തിക്കുന്നതിന് വേണ്ടി ഒരു ഇൻസുലേറ്റർ നിർമ്മിക്കാനുള്ള ഒരു പ്ലാന്റ് കൂടി വന്നിരിക്കുകയാണ്. അത് എല്ലാ ജനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാനുള്ള കാര്യമാണ്. ഇതിൻ്റെ പുക ഈ പരിസരത്ത് എല്ലാ വാർഡിലുള്ള എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അതിനെതിരായിട്ടാണ്, അല്ലാതെ മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ്റിനെതിരായിട്ടോ ഉള്ളൊരു സമരമല്ല ഇത്. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും വേണം. അതേപോലെ തന്നെ ഈ ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവും ലഭിക്കുന്നത് ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സമരത്തിലേക്കാണ് ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇൻസിനറേറ്റർ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ജനകീയ സമരം സംഘടിപ്പിച്ചിരുന്നു. LDF ഭരണസമിതി നടപ്പാക്കുന്ന പദ്ധതിക്കെതിരെയുള്ള സമരത്തിൽ ഭരണകക്ഷി നേതാവ് ആദ്യാവസാനം പങ്കെടുത്തതും വിവാദമായി. അതേസമയം തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് മലയാളം, തൃശൂർ.